Once again, welcome back to another video episode of Vitamin Vlogs, the king of vloggers. Guys, ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് വന്ന വളരെ ഇൻട്രസ്റ്റിംഗും അതേപോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പായിട്ടാണ് വന്നേക്കുന്നത്. ഇത് നമ്മൾ 3 ടിപ്പ് നമുക്ക് പറയാനായിട്ടുണ്ട്. പക്ഷേ അത് മൂന്ന് വീഡിയോയിലായിട്ടായിരിക്കും പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ അതിൻ്റെ ബാക്കിയുള്ള ടിപ്പും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ അതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ടന്റ് എന്താണെന്ന് മാത്രം നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല. അതായത് നമ്മുടെ എല്ലാവരുടെയും ഫോൺ ഹാങ് ആകുന്നുണ്ട്. ചിലർക്ക് വാട്സപ്പിനകത്ത് ഇഷ്ടംപോലെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പക്കായിട്ട് ഹാങ് ആവും. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ടിപ്പ്. നമുക്ക് ഹാങ് ആകുന്നതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് നമ്മുടെ ഇന്നത്തെ ടിപ്പ്. അപ്പം നമുക്ക് സമയങ്ങളുണ്ട്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും സൈഡിൽ നമ്മുടെ സ്ക്രീൻ റെക്കോർഡർ ആയിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ വേണ്ട നമ്മുടെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഡെവലപ്പർ ഓപ്ഷൻസ് മിക്ക ഫോണുകളിലും കാണില്ല. നമ്മൾ തന്നെ അത് എനേബിൾ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവം കാണും, അല്ലെങ്കിൽ എബൌട്ട് സെക്ഷൻ കാണും. എബൌട്ട് സെക്ഷൻ ഓപ്പൺ ആക്കുക. അതിനുശേഷം എബൌട്ട് ഫോൺ ഓപ്പൺ ആക്കുക. അതിനുശേഷം അവിടെ ബിൽഡ് നമ്പർ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അവിടെ നമ്മൾ കുറച്ച് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നമ്മളോട് പാസ്വേഡ് ഒക്കെ ചോദിക്കും. അപ്പം ഞാൻ എൻ്റെ പാസ്വേഡ് ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്യുവാണ്. അപ്പം നമ്മുടെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻസ് എനേബിൾ ആവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാക്ക് വരിക. അപ്പം അതിനകത്ത് തന്നെ കിടപ്പുണ്ട് ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു. നമ്മൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇഷ്ടംപോലെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നമ്മൾ എന്നെ അതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് സ്കോർ ചെയ്ത് വരിക. ചെയ്ത് വരുമ്പോഴത്തേന് അതിനകത്ത് ഡ്രോയിങ് സെക്ഷൻ എന്ന് പറയുന്നൊരു സംഭവമാണ്. എല്ലാ ഫോണിലും ഒരേ രീതിയിൽ തന്നെയാണ് ഡെവലപ്പർ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഡ്രോയിങ് സെക്ഷൻ എന്ന് പറഞ്ഞ് കാണും. അതിനകത്ത് വൈഡ് ആനിമേഷൻ സ്കെയിൽ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അത് ജസ്റ്റ് ഓഫ് ചെയ്യുക. അതിനോട് തന്നെ ട്രാൻസ്മിഷൻ ആനിമേഷൻ സ്കെയിൽ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതും ജസ്റ്റ് ടേൺ ഓഫ് ചെയ്യുക. അതേപോലെ ആനിമേഷൻ സെക്ഷൻ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതും ജസ്റ്റ് ഓഫ് ചെയ്യുക. പിന്നെ സ്മോൾ അതൊന്നും നമ്മൾ ചെയ്യണം. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേന് ഫോക്കസ് GPU റെൻഡറിങ് എന്ന് പറഞ്ഞ് കിടക്കുക. അത് ജസ്റ്റ് എനേബിൾ ചെയ്യുക. പിന്നെ അതേപോലെ താഴേക്ക് വരിക. അപ്പോഴത്തേന് ഡിസേബിൾ USB ഓഡിയോ റൂട്ടിംഗ് അത് നമ്മളൊന്ന് ജസ്റ്റ് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ ഫോൺ പക്കായിട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ നമ്മുടെ ഫോണിൻ്റെ ഹാങ്ങും കാര്യങ്ങളെല്ലാം മാറുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഫോണിൻ്റെ ഹാങ്ങും കാര്യങ്ങളെല്ലാം മാറും. അത് ഞാൻ ഇത്ര ഉറപ്പിൽ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് തപ്പി വന്ന് കണ്ടുപിടിച്ചൊരു സംഭവമാണ്. ഇതിനൊരു സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഉണ്ട്. നമ്മൾ 3 ടിപ്പും കാര്യങ്ങളാണ് ഈ ഒരു കണ്ടന്റിനെ കുറിച്ച് ചെയ്യാൻ പോകുന്നത്. നാളെ ഒക്കെ ആയിട്ട് അതിനെക്കുറിച്ചൊക്കെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്ത് ഇതുപോലെയുള്ള ഈ ഹാങ് ഒക്കെ മാറാനായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ നല്ല കിടിലൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. ആ മോട്ടിവേഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ നമ്മൾ ഒരു വണ്ടിപ്പിലാവുന്നതാണ്, വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്നാലും നിങ്ങൾ വീഡിയോ ജസ്റ്റ് ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ചും കൂടുതലൊന്നും പറയാനായിട്ടൊന്നുമില്ല. നമുക്ക് എന്തായാലും നാളെ നമുക്ക് ഇതിനേക്കാൾ നല്ല കിടിലും കണ്ടന്റായിട്ടൊക്കെ കാണാം. അതുവരെയായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ.